ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. വിനയ, അച്ഛാ, മോളും ചിരു. വിനയ, അവള് നല്ല ഉറക്കത്തിലാ അച്ഛാ. അച്ഛനൊന്ന് വിളിച്ചാ മതി, അവൾ എഴുന്നേറ്റോളൂ. വേണ്ട, മയങ്ങിക്കോട്ടെ. മരുന്നിന്റെ ക്ഷീണം കാണും. ഡോക്ടർ എന്തു പറഞ്ഞു വിനയ? അത് 2 ദിവസം നോക്കിയിട്ട് പറയാന്നാ പറഞ്ഞത്. അച്ഛൻ വീട്ടിൽ പോയിരുന്നു അല്ലേ? അതെ, നീയും ചീരും മക്കളും വീണ്ടും ഒരുമിച്ച് കഴിയുന്നത് കണ്ണിറെ കാണാൻ വേണ്ടി വന്നതാ. പക്ഷേ അനന്തം മാഷ അങ്ങനെ സന്തോഷിക്കേണ്ടെന്ന് ദൈവം തീരുമാനിച്ച പിന്നെന്ത് ചെയ്യും? എന്താ അച്ഛാ അത്? അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ വിനയൻ എത്ര സങ്കടം ഉണ്ടാവും. സാരമില്ല മോനെ, ഇതും ഒരു പരീക്ഷണമായി കണ്ടാൽ മതി. നമ്മൾ ഈ ഘട്ടവും മറികടക്കും. ധൈര്യമായിട്ടിരിക്കും. അവിടെ വന്നു കയറിയ ദിവസം തന്നെ ചീരുവിനിങ്ങനെ സംഭവിച്ചതാണച്ച. എനിക്കും അമ്മയ്ക്കും മാമനും ഒക്കെ കൂടുതൽ സങ്കടമായത്. പുറത്തു നിന്ന് നോക്കുന്നവരൊക്കെ എന്താ വിചാരിക്കുക? ആ വീടിന്റെയും വീട്ടുകാരുടെയും ദോഷമായിരിക്കും എന്നല്ലേ? അച്ഛന് പോലും ഇപ്പം തോന്നുന്നില്ലേ ചീരുവിനെ അങ്ങോട്ടേക്ക് അയക്കേണ്ടിയിരുന്നില്ലെന്ന്? ഏയ്, ഞാനും എൻ്റെ മക്കളും അങ്ങനെ ഒന്നും ചിന്തിക്കുന്നവരല്ല വിനയ. ഇതൊക്കെ ജീവിതത്തിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യങ്ങൾ മാത്രം. എന്തായാലും ചീരുവിനും വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞിനും ഇതിലും വലിയ ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ. നമുക്ക് അങ്ങനെ ആശ്വസിക്കാം. വിനയന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. വേണമെങ്കിൽ പോയി റെസ്റ്റ് എടുത്തോ. ചീരുവിന്റെ അടുത്ത് ഇനി ഞങ്ങളുണ്ടാവും. അതെ മോനെ, ചീരുവിനെ ഇവിടെ കൊണ്ടുവന്നത് മുതൽ നീ കൂടെ നിൽക്കുമല്ലേ? വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങ്. ചീരുവിന് ഒരു കുഴപ്പം വരില്ല. ഞങ്ങൾ നോക്കിക്കൊള്ളാം അവളെ. ഞാൻ കുറച്ച് കഴിഞ്ഞ് പോയിക്കോളാം അച്ഛാ. എനിക്ക് അച്ഛനോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അനു ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് കുറച്ചു നേരം പുറത്തൊന്ന് മാറിയിക്കാം. ഇടയ്ക്ക് ചീരു ഉണർന്ന് കേട്ടാലോ എന്ന് കരുതിയാ കേട്ടോ, അല്ലാതെ അനു കേൾക്കുന്നോണ്ടൊന്നുമല്ല. അച്ഛൻ ചെല്ല്, ഞാനിവിടെ നിന്നോളാം. വാവിനെ, അനുമോളം നോക്കിക്കൊള്ളാം. അച്ഛനിപ്പോ വരാം. വരാം അച്ഛാ. വിനയൻ എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ചീരുവിന് എന്താ സംഭവിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞു. രഘുവും അമ്പിളിയൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ വീട്ടിൽ വെച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് ഞങ്ങളാരും വിനയനെയോ വീട്ടുകാരെയോ ഒന്നും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല. അങ്ങനെ ഒരു ആശങ്ക വിനയന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്ക്. അങ്ങനെ ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അച്ഛനെ കൂടി കണ്ടപ്പോൾ അതെല്ലാം മാറി.
ഇപ്പോൾ എൻ്റെ ടെൻഷൻ മറ്റൊന്നാച്ചാ. എന്താ വിനയ? അത് രഘുവേട്ടനും ദാസങ്ങളും ഒന്നും അച്ഛനോട് പറഞ്ഞു കാണില്ല എന്ന് തോന്നുന്നു. എന്താ വിനയ? എന്താന്ന് പറ. അവരെ ആരെയും നേരിട്ട് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. അവരുമായിട്ടൊക്കെ ഫോണിൽ സംസാരിച്ചതേ ഉള്ളൂ. നിന്റെ മുഖം കാണുമ്പോൾ കാര്യമായിട്ട് എന്തോ വിഷമമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. എന്താണെങ്കിലും നീ പറ. അതെ അച്ഛാ, എനിക്ക് നല്ല വിഷമമുണ്ട്. ഇതറിയുമ്പോൾ സഹിക്കാനാവാത്ത വിഷമം അച്ഛനും തോന്നും. വിനയ, കാരണം മൂന്നാമത്തെ കുഞ്ഞിനെ ചീരു വേണ്ടാന്ന് തീരുമാനിച്ചപ്പോൾ ഞാനും അച്ഛനുമാ അതിനെ ഏറ്റവും എതിർത്തത്. ആ കുഞ്ഞ് ജനിക്കണമെന്ന് തന്നെയാ അന്നും ഇന്നും നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്താ വിനയ? ഇതിപ്പോ നമ്മൾ മാത്രമല്ല, എല്ലാവരും ആഗ്രഹിക്കുന്നത് ചീരുവിന്റെ കുഞ്ഞ് ജനിക്കണമെന്ന് തന്നെയാണ്. ആ കുഞ്ഞ് നല്ല രീതിയിൽ ജനിക്കുകയും ചെയ്യും. പിന്നെ എന്തിനാ മോനെ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? കുഞ്ഞ് ചിലപ്പോ നല്ല രീതിയിൽ ജനിക്കുമായിരിക്കും അച്ഛൻ. പക്ഷേ അതോടെ കുഞ്ഞിന്റെ അമ്മയെ നമുക്ക് നഷ്ടമായെന്ന് വരും. എന്നുവെച്ചാ ചീരുവിനെ നമുക്ക് നഷ്ടപ്പെടും. നീ എന്തൊക്കെയാ വിനയ ഈ പറയുന്നത്? നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ എന്താ കാരണം? ഇതൊന്നും എന്റെ തോന്നലല്ല അച്ഛാ, ഡോക്ടർ തന്ന സൂചനകളാ. ദാസങ്കളിനെയും രഘുവട്ടനെയും അമ്പിളി ചേച്ചിയൊക്കെ മാറ്റി നിർത്തി ഡോക്ടർ എന്നോട് മാത്രമായി പറഞ്ഞത് എന്താണെന്ന് അറിയോ അച്ഛന്? വീഴ്ചയിൽ കുഞ്ഞിന്റെ പൊസിഷൻ തന്നെ മാറിക്കിടക്കുകയാണെന്നും അത് നേരെ ആയില്ലെങ്കിൽ പ്രസവ സമയത്ത് ചിരുവിന്റെ ജീവൻ തന്നെ അപകടത്തിലാവുമെന്നും. വിനയ, അതൊക്കെ ഡോക്ടർമാർ തന്നെ നേരെയാക്കി എടുത്തോളും. പിന്നെന്തിനാ വിഷമിക്കുന്നേ? മെഡിക്കൽ സയൻസ് അത്രമാത്രം പുരോഗമിച്ചില്ലേ? നമുക്ക് ചീരുവിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവട്ടെ എന്ന് കരുതി മാത്രമാ ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. എന്നാലും അത് കേട്ടപ്പോ എനിക്കെന്തോ പേടി തോന്നുക അച്ഛാ. നമുക്ക് ആ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ ചീരുവിനെ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ചീരുവിന്റെ ജീവൻ വെച്ചൊരു പരീക്ഷണത്തിന് നിൽക്കാതെ നമുക്ക് ഇപ്പൊ തന്നെ ഡോക്ടറോട് പറഞ്ഞ് ചീരുവിന്റെ വയറ്റിലെ കുഞ്ഞിനെ ഒഴിവാക്കുന്നതല്ലേ അച്ഛൻ നല്ലത്? പിന്നെ അത് വലിയൊരു പാപമല്ലേ മോനെ? ഇത്രയും വളർച്ചയെത്തിയ ഒരു ജീവനെ. പാപമാണെന്ന് അറിയാം അച്ഛാ. സ്വന്തം കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കുന്ന ഞാനായിരിക്കും ഏറ്റവും വലിയ പാപി എന്ന് പറയാം. പക്ഷെ ചീരുമില്ലാതെ എനിക്ക് ആ കുഞ്ഞിനെ കിട്ടിയിട്ട് എന്താ അച്ഛാ? ഇല്ല അച്ഛാ, ചീരുവിന്റെ ജീവന് 100% ഉറപ്പില്ലാതെ അവളെ ഈ പരീക്ഷണത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല അച്ഛാ. അച്ഛനും എൻ്റെ കൂടെ നിൽക്കണം. അച്ഛൻ്റെ മോളല്ലേ, അവള് കഴിഞ്ഞല്ലേ അച്ഛന് ജീവിതത്തിൽ വേറെ എന്തുള്ളൂ? അതെ, അതത്രേ ഉള്ളൂ. അവക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് എങ്കിൽ അച്ഛൻ ചീരുവിനോടൊന്ന് പറയണം. അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം നമുക്ക് നമ്മുടെ തീരുമാനം ഡോക്ടറെ അറിയിക്കണം. അതവിടെ നിൽക്കട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അതുപോലെ നബ. രഘു, ദാ ചായ എടുത്തു വെച്ചു. അമ്പിളി എന്തേ? മക്കളുടെ കൂടെയാണോ? അവൾ അകത്തുണ്ടാവണല്ലോ. നീ വാ, ചായ കുടിക്കാം.